SDPI പിന്തുണ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്തയും. ഇടതുപക്ഷം സ്വീകരിക്കുന്നത് ഇരട്ടത്താപ്പ് നിലപാടാണ് എന്നതിൻ്റെ ഉദാഹരണമായി പത്തനംതിട്ടയിലെ കോട്ടാങ്ങൽ പഞ്ചായത്ത് ഭരണം നമുക്ക് പരിശോധിക്കാനാകും. SDPI പിന്തുണയോടെയാണ് പഞ്ചായത്തിൽ ഇടതുപക്ഷം ഭരണം നടത്തുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും SDPIയുടെ പിന്തുണ തേടുകയാണ് ഇരു മുന്നണികളും എന്ന് സാരം. എന്തായാലും മിഥുൻ മുരളിയാണ് നമ്മളോടൊപ്പം പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. മിഥുൻ, ഇന്ന് പരസ്യ പിന്തുണ വേണ്ട എന്ന് UDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ SDPI UDFിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി അതുവരെ CA വിരുദ്ധ നിലപാടുകൾ ശക്തമായി തന്നെ എല്ലാവരും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഇവർക്കെതിരായി പറഞ്ഞിട്ടുണ്ട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം എത്രത്തോളം ശക്തമാണ്, പ്രത്യക്ഷത്തിൽ പ്രകടമാക്കുന്നു ഇരു മുന്നണികളും എന്നതിൻ്റെ ഉദാഹരണം കൂടിയാക്കി എടുക്കാം. തീർച്ചയായും അനു, വർഗീയതയ്ക്കെതിരെ നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് നിലപാടിന്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കോട്ടങ്ങൽ പഞ്ചായത്ത്. ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്നത് SDPIയുടെ പിന്തുണയോടുകൂടിയാണ്. ഇടതുപക്ഷത്തിന് 5 സീറ്റ്, BJPക്ക് 5 സീറ്റ്, UDFന് 2 സീറ്റ്, SDPIക്ക് 1 സീറ്റ്. ഇങ്ങനെ ഒരു സീറ്റ് നിലവാരമാണ് ഈ പഞ്ചായത്തിൽ ഉള്ളത്. ഇടതുപക്ഷത്തിന് ഭരണം നേടുന്നതിന് വേണ്ടി, BJPയെ ഭരണത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതിന് വേണ്ടി, ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJPയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി പ്രീണന രാഷ്ട്രീയം നടത്തുകയാണ് ഇടതുപക്ഷം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഒളിഞ്ഞും തെളിഞ്ഞും ഇടതുപക്ഷം സംസ്ഥാനത്ത് SDPIയുടെ സാന്നിധ്യം തേടുന്നുണ്ട്, SDPIയുടെ പിന്തുണ തേടുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമായിട്ട് ഈ കോട്ടങ്ങൽ പഞ്ചായത്ത് ഭരണം മാറുകയാണ്. 2021 മുതലാണ് SDPIയുടെ പിന്തുണയോടുകൂടി പഞ്ചായത്തിൻ്റെ ഭരണം ഇടതുപക്ഷം നിലനിർത്തുന്നത്. പ്രധാനമായും ഇടതുപക്ഷം ഈ BJPയെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതൊരു ഉദ്ദേശത്തോടു കൂടി, ഒപ്പം തന്നെ പ്രീണന രാഷ്ട്രീയം നടത്തുക, SDPIയെ പിന്തുണച്ചുകൊണ്ട് SDPIക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഭരണം നടത്തുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ട് ഈ പഞ്ചായത്ത് മാറുന്നു. അതോടൊപ്പം തന്നെ പത്തനംതിട്ട നഗരസഭയിലും സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. BJPയുടെ 5 പഞ്ചായത്ത് അംഗങ്ങൾ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഇവിടുത്തെ സാഹചര്യങ്ങൾ, ഈ പഞ്ചായത്തിൻ്റെ അവസ്ഥ, പഞ്ചായത്തിൽ SDPIയുടെ പിന്തുണ എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഏത് തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയമാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇടതുപക്ഷത്തിൻ്റെ ആ കാപട്യ മുഖമൊക്കെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി BJPയുടെ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJPയുടെ 5 അംഗങ്ങൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡറായിട്ടുള്ള ദീപ്തി നമ്മളോട് സംസാരിക്കും. ഏത് സമയം മുതലാണ് SDPIയുടെ പിന്തുണ ഇടതുപക്ഷത്തിന് ലഭിക്കുന്നത്, ഒപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്രീണന രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ആ ഒരു കാപട്യ മുഖമാണ് ഇവിടെ CPMന്റെ തുറന്നു കാട്ടപ്പെടുന്നത്? 2021 നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ SDPI അവർക്ക് പിന്തുണ നൽകുകയും എന്നാൽ 2 തവണയും അവർ രാജിവെക്കുകയുമാണ് ചെയ്തിരുന്നത്. നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വിധേയരായിട്ടുള്ള ഒരു ഭരണമാണ് ഇപ്പോൾ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അഭിമന്യുവിന്റെ കൊലക്കേസിലെ പ്രധാന പ്രതിയായ ഫാറൂഖ് ഹമാനിയുടെ സ്വന്തം പഞ്ചായത്താണ് കോട്ടാങ്ങൽ പഞ്ചായത്ത്. ആ പഞ്ചായത്തിലാണ് അവരുമായിട്ട് ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കി ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് വാർഡ് അംഗമാണ് SDPIയുടെ പഞ്ചായത്ത് അംഗം? 6ാം വാർഡ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പരസ്യമായിട്ടുള്ള പിന്തുണ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിന് വേണ്ടി, ഇടതുപക്ഷത്തിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നതിന് വേണ്ടി, ഒപ്പം തന്നെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി CPM തേടുന്നത് SDPIയുടെ. അതെ അതെ, ഇവിടെ എല്ലാ വർഷവും അഭിമന്യുവിന്റെ അനുസ്മരണ നടത്തുവാൻ പോലും ഈ കോട്ടാങ്ങൽ പഞ്ചായത്തിലെ DYFI നേതൃത്വത്തിനോ CPMനോ ഇവിടെ കഴിയുന്നില്ല. കാരണം SDPIയുമായിട്ട് ചേർന്ന് ഭരിക്കുന്നതിനാലാണ്. ഇവിടെ ഈ ആദ്യം നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് 2 തവണ രാജിവെച്ച അവരുടെ ആ നയത്തെ BJP സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഭീകരതയെ കൂട്ടുപിടിച്ച് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വളരെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണമാണ് ഇപ്പോൾ ഇവിടെ. ഈ 2 തവണ SDPIയുടെ പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴും അത് സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നത്, CPM തയ്യാറാകാതിരുന്നത് ഒരു പക്ഷേ അവരുടെ ഒളിഞ്ഞുള്ള പിന്തുണ ആ സമയത്തുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആളുകളെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കൂട്ടിയാകാം എന്നൊരു വിലയിരുത്തലുള്ളത്. അതെ, തീർച്ചയായും ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരുന്നു അത്. അവര് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ശരിയായ ആ കാപട്യം പുറത്തു വന്നു. ഇപ്പോൾ നടക്കുന്നത് ശരിക്കും SDPIയുമായിട്ട് ചേർന്നുള്ള അവർക്ക് വിധേയമായിട്ടുള്ള രീതിയിലുള്ള നിലപാടുകൾ മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ BJPയുടെ ജനപ്രതിനിധികൾ ഈ കോട്ടാങ്ങൽ പഞ്ചായത്തിലെ ഒരു റോഡിന് അഭിമന്യുവിൻ്റെ പേര് നൽകണമെന്ന ഒരു നിവേദനം ഇവിടെ നൽകിയെങ്കിലും SDPIയെ ഭയന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രസിഡന്റ് ഇത് തള്ളുകയായിരുന്നു.
ഈ നിവേദനം തള്ളുകയായിരുന്നു. പേര് നൽകുവാൻ അവർ തയ്യാറായില്ല. ഇവിടെ നടന്ന ഓരോ വർഷവും നടക്കുന്ന അനുസ്മരണ പോലും ഇവിടെ BJP ആണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതുമായിട്ടൊന്ന് ചേരാൻ പോലും അവർക്ക് സാധിക്കാത്ത രീതിയിലുള്ള ഭയമാണ് CPM ഇവിടെ ഉള്ളത്. SDPയെ ഭയന്നാണ് അവരിതിലൊന്നും പങ്കെടുക്കാത്തതും ഇവിടെ അനുസ്മരണ നടത്താത്തതും. SDPയെ വിധേയപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭരണമാണ് നടത്തുന്നതെന്ന് ഇപ്പോൾ സൂചിപ്പിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്? അതായത് SDPയുടെ വിധേയത്വത്തിന് വഴങ്ങിക്കൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് ഇടതുപക്ഷം പഞ്ചായത്തിൽ നടത്തുന്നത് എന്ന് പ്രധാനമായും ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മറ്റ് സമാനമായ ഉദാഹരണങ്ങളുണ്ടോ? സമാനമായിട്ടും മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇത് വോട്ട് സ്വീകരിച്ചതിന് ശേഷമാണെങ്കിലും പഞ്ചായത്തിൻ്റെ പല നമ്മൾ അജണ്ടകൾ നിൽക്കുമ്പോൾ ഇവർ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ പല തവണ പബ്ലിക്കിൻ്റെ മുന്നിൽ എത്തിക്കുകയും പക്ഷേ ആ ഒരു എന്തും ആകാം എന്നുള്ളൊരു തോന്നൽ കൂടെയാണ് ഇവരിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ CPM തന്നെ പാർട്ടിക്കാർക്ക് തന്നെ ഇതിൻ്റെ അകത്ത് കുറേ പേർക്ക് വിഭാഗീയ അഭിപ്രായമുണ്ട്. പക്ഷേ അതൊന്നും കൂട്ടാക്കാതെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാപട്യങ്ങൾ. അതായത് ഇടതുപക്ഷത്തിൽ തന്നെ ഒരു ഭിന്നാഭിപ്രായമുണ്ട്. അതായത് CPI ഒക്കെ ഇതിനെതിരെ എതിർത്തു എന്നാണോ ഉദ്ദേശിച്ചത്? അതെ. അതിൻ്റെ അകത്ത് പാർട്ടി പ്രവർത്തകർക്ക് വളരെ അസ്വസ്ഥരാണ്. അവർ എൻ്റെ വാർഡിൽ തന്നെ 2 പേരോളം പാർട്ടി മാറാൻ വേണ്ടി തയ്യാറായി ഇങ്ങനെ നിൽക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു അഭിമന്യുവിൻ്റെ പേര് ഇവിടെ ഒരു റോഡിന് ഇടാൻ തയ്യാറാകാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിസമ്മതിച്ചു എന്നുള്ളൊരു കാര്യമൊക്കെ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്താണ് അത് ആ ഒരു വിഷയം? ആവശ്യം വെച്ചാൽ ഈ പ്രതി താമസിക്കുന്ന ആ വഴിയാണ് ഈ ഞങ്ങൾ റോഡിന് ഒരു നിവേദനം കൊടുത്തത്. ആ റോഡിന് BJP ആണ് കൊടുത്തത്. കാരണം അവർക്കൊരു താക്കീതെന്ന നിലയിൽ തന്നെയാണ് അങ്ങനെ ഒരു റോഡിന് അങ്ങനെ ഒരു അഭിമന്യുവിൻ്റെ പേര് വെക്കണമെന്ന് പറഞ്ഞത്. അത് അജണ്ട വെച്ചപ്പോൾ തന്നെ അത് നിരാകരിക്കുകയാണ് പ്രസിഡന്റ് ചെയ്തത്. മറ്റ് പഞ്ചായത്ത് അംഗങ്ങളോടും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. 5 പഞ്ചായത്ത് അംഗങ്ങളാണ് BJPക്ക് ഇവിടെ നിലവിലുള്ളത്. ഈ ഒരു പ്രീണന രാഷ്ട്രീയത്തെ എങ്ങനെയാണ് നോക്കുന്നത്? എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മളിവിടെ 3 തവണ നമ്മൾ അവിശ്വാസം കൊടുത്തിരുന്നു. പക്ഷെങ്കിൽ നമ്മുടെ കൊട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു പദ്ധതിയും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അത് കണ്ടാണ് ഞങ്ങൾ 5 പേരും അവിശ്വാസം നൽകിയത്. ആ അവിശ്വാസം പോലും തള്ളപ്പെട്ട ഒരു അവസ്ഥയാണ് ഇവിടെ കാണപ്പെടുന്നത്. ഒരു കാര്യവും ഇവിടെ നടപ്പിലാകുന്നില്ല. അതൊരു പൊതുജനങ്ങൾ അത് അറിയണം. ഈ പഞ്ചായത്തിലെ ഒരു കാര്യങ്ങളും ഇവർ ഈ SDPയുടെ കൂടി ഇവിടെ ഭരിക്കുന്നത് കാരണം നമ്മുടെ ഈ പഞ്ചായത്തിലെ ഒരു കാര്യങ്ങളും നടപ്പിലാകുന്നില്ല. SDPയുടെ സ്ഥാനാർത്ഥിയാണെന്ന് അവരുടെ ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ് ഇപ്പോൾ CPMനെ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷങ്ങളായിട്ട്, ഇപ്പോൾ 3 വർഷമായിട്ട്. അതെ 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 അവർ എന്ത് കാര്യമാണെങ്കിലും അവർക്ക് ഭയമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചാൽ പോലും ഞങ്ങൾ 5 പേര് ഒരുമിച്ച് നിന്നാലും അവർ കൂട്ടു നിൽക്കുന്നത് കാരണം ഒരു കാര്യം നടപ്പിലാവത്തില്ല. അവരുടെ 5 അംഗങ്ങൾ CPM ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ പോലും ഉള്ളത് കാരണം അത് അവർ അപ്പം 6 പേരാകുമല്ലോ. അപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഭൂരിപക്ഷം അവരുടെ ഭാഗത്തല്ലേ ഉള്ളത്. കൂടുതൽ 5 പേരുണ്ടെങ്കിൽ പോലും SDPയുടെ താല്പര്യം കൂടി സംസാരിച്ച് പിന്തുണയാണോ? അവർ നേരത്തെ തീരുമാനിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കിയാണ് കമ്മിറ്റിയിൽ വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ടുള്ള ഒളിഞ്ഞുകൊണ്ടുള്ള പല തീരുമാനങ്ങളും എടുക്കുന്നു. പിന്നീട് ഭരണസമിതിയുടെ ചർച്ചകളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കിന് അത് മറ്റ് ഇടതുപക്ഷത്തിന് 5 അംഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരുടെയൊക്കെ വിലയിരുത്തലുകളും മറ്റ് അനുമാനങ്ങളുമൊക്കെ തള്ളിക്കൊണ്ട് SDPയുടെ ആ ഒരു നിലപാടിന് അനുയോജ്യമായിട്ടുള്ള അവർക്ക് വിധേയപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് BJPയുടെ അംഗങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഒളിഞ്ഞും തെളിഞ്ഞും SDPയുടെ പിന്തുണ ഇരു മുന്നണികളും തേടുകയാണ് എന്നതിൻ്റെ ഉദാഹരണമായി ഈ കോട്ടങ്ങൽ പഞ്ചായത്ത് മാറുന്നു. ഒപ്പം തന്നെ പത്തനംതിട്ട നഗരസഭയിലും സമാനമായ സാഹചര്യമുണ്ട്. പത്തനംതിട്ട നഗരസഭയിലും SDPയുടെ പിന്തുണയോടുകൂടി വിജയിച്ച ആളുടെ പിന്തുണയോടുകൂടിയാണ് ഇടതുപക്ഷത്തിന്റെ ഭരണം നടത്തുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും ഇരു മുന്നണികൾക്കും ഈ SDPയുടെ പിന്തുണ കൂടാതെ സംസ്ഥാനത്ത് ഭരിക്കാനാകുന്നില്ല. അതിനുവേണ്ടിയുള്ള എന്തായാലും വോട്ട് ബാങ്ക് രാഷ്ട്രീയം, പ്രീണന രാഷ്ട്രീയം തന്നെയാണ് 2 മുന്നണികളും നടത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇങ്ങനെ ഈ പ്രത്യക്ഷമായതും പരോക്ഷമായും ഇവരുടെ വോട്ടുകൾ ആവശ്യപ്പെടുന്നതും അവരുടെ പിന്തുണ സ്വീകരിക്കുന്നതും.